ഇതിന്ന് ഞങ്ങളുടെ വീട്ടിൽ കോഴിമുട്ട രാവിലെ വാങ്ങിച്ച കൂട്ടത്തില് ഒരു മുട്ടയാണ്. പൊളിക്കാൻ എടുത്തപ്പോഴത്തേക്ക് പകുതിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, മുട്ട പൊളിച്ചു വന്നതാ. മുട്ട പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റബ്ബർ എങ്ങനെ ഇരിക്കുന്ന അതിനകത്തുനിന്ന് നമ്മൾ കട്ടിയായിട്ട് പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് മുട്ട പൊളിച്ചത്. അതിൻ്റെ ഉള്ളില് പുറം മൊത്തം ഈ പിന്നെ ഫെവിക്കോള് പൊളിച്ചെടുക്കുന്ന രീതിയിൽ മുട്ട പൊളിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടൊന്ന് നോക്കണേ. എല്ലാവരുടെ ഇതുപോലെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇത് ഫേക്ക് മുട്ടയാണ്. എല്ലാ മുട്ടകളിലും എല്ലാ മുട്ടയും ഒരേപോലെ ഒന്നല്ല, ഈ കലർത്തിയാണ് ഇത് കേറി വരുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. മഞ്ഞക്കരി നോക്കിയിട്ട് സാധാ നമ്മള് മുട്ട പോലെ തന്നെയാണ് തോന്നുന്നത്. സാധാ മുട്ടയുടെ കരി പോലെ തന്നെ തോന്നത്തുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യാജമുട്ട വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ പടരുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ മുമ്പ് തുടങ്ങിയ സമയത്തെ മുട്ട, പ്ലാസ്റ്റിക് മുട്ട, വ്യാജമുട്ട എന്ന തരത്തിൽ പല പ്രചരണങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മുട്ട കണ്ടെത്തിയെന്ന രീതിക്ക് TV ചാനലിൽ വരെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇപ്പോൾ ഈ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ഒരു വീട്ടമ്മ ഒരു മുട്ട എടുത്ത് പുഴുങ്ങി എടുത്ത സമയത്ത് അതിനകത്ത് മുട്ടയുടെ അളവ് വളരെയധികം ചുരുങ്ങിയിരിക്കുന്ന മുട്ട അവർ പൊളിച്ച സമയത്ത് റബ്ബർ പോലെ മുട്ടയുടെ വെള്ള കണ്ടു. തുടർന്ന് അവരത് പൊളിച്ചെടുക്കുന്ന സമയത്ത് ഫെവിക്കോൾ പോലെ ഇത് ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ് അവരത് കണ്ടത്. വളരെയധികം കട്ടിയുള്ള ഈ മുട്ട പ്ലാസ്റ്റിക് മുട്ട, വ്യാജ മുട്ടയാണെന്ന തരത്തിലാണ് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നത്. സത്യാവസ്ഥ പറഞ്ഞുതരാം. ഇത് വ്യാജ മുട്ടയോ പ്ലാസ്റ്റിക് മുട്ടയോ അല്ല. പകരം ഇത് സാധാരണ നമ്മുടെ മുട്ട കൂടുതൽ സമയം നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു അബദ്ധം മാത്രമാണ്. സാധാരണ ഒരു മുട്ട പുഴുങ്ങുന്നതിന് എത്ര സമയം വേണമെന്നറിയാവോ? ഒരു മുട്ട ഒരു 3 മിനിറ്റിന് മുകളിൽ പുഴുങ്ങിയാൽ മാത്രമേ ഈ മുട്ടയ്ക്കകത്തുള്ള സാൽമണല്ല ബാക്ടീരിയ പൂർണ്ണമായും നശിക്കത്തുള്ളൂ. എന്നാൽ 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ പുഴുങ്ങുമ്പോഴാണ് ഇത് പൂർണ്ണമായും നമുക്ക് പുഴുങ്ങി കിട്ടുകയും ആ പുഴുങ്ങി അതിനകത്തുള്ള ബാക്ടീരിയകൾ പോയി കൊച്ചു കുട്ടികൾക്ക് പോലും ഭക്ഷ്യയോഗ്യമായി മാറുന്നത്. എന്നാൽ കൂടുതൽ സമയം ഇത് ചൂടിൽ നിന്നിരുന്നാൽ, അതായത് കൂടുതൽ സമയം ഇത് പുഴുങ്ങിയിരുന്നാലോ, വളരെ ഉയർന്ന ചൂടിൽ ഇത് പുഴുങ്ങിയെടുക്കാൻ ശ്രമിച്ചിരുന്നാലോ ഈ മുട്ടയ്ക്കകത്തുള്ള, പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ആൽബുമിനകത്തുള്ള ജലാംശം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ഈ ആൽബുമിൻ ചുരുങ്ങി റബ്ബർ പോലെ ആകുകയും ചെയ്യും. ചുരുങ്ങുമ്പോൾ ഈ മുട്ടയുടെ വോളിയം കുറയും. അതാണ് ഈ വീട്ടമ്മ പറഞ്ഞത്, മുട്ട ചുരുങ്ങി ചെറുതായി പോയി എന്ന്. ഇങ്ങനെ റബ്ബർ പോലെ ആയി തീർന്ന മുട്ട പലപ്പോഴും ആൾക്കാർ കഴിക്കാൻ തന്നെ പേടിക്കും. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, ഈ മുട്ടയുടെ മഞ്ഞയ്ക്കകത്തേക്ക് സൾഫർ കൂടുതലായിട്ട് കയറും. സൾഫർ മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് കയറുമ്പോൾ സൾഫറിന്റെ ഒരു രൂക്ഷഗന്ധം അതിനകത്ത് അനുഭവപ്പെടുകയും മുട്ടയുടെ മഞ്ഞയ്ക്ക് ഒരു ചാര നിറമായിട്ട് ഗ്രേ കളറിലേക്ക് മാറുകയും ചെയ്യും. ഈ 2 ചേഞ്ചുമാണ് സാധാരണ കൂടുതൽ സമയം മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അതല്ലാതെ ഇത് വിഷമോ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ശരീരത്തിന് കേടോ, ഇല്ലെങ്കിൽ ഈ സാധനം പ്ലാസ്റ്റിക് മുട്ടയോ റബ്ബർ മുട്ടയോ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 7 രൂപ വിലയുള്ള ഒരു സാധാരണ മുട്ട, വ്യാജ മുട്ട സൃഷ്ടിക്കുന്നതിന് വേണ്ടി 50 രൂപ വിലയുള്ള ഫെവിക്കോളോ മറ്റു സാധനങ്ങളോ എടുത്ത് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി വിതരണം ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണിത്. എല്ലാ മലയാളികളുടെ അറിവിലേക്കും വ്യാജമുട്ടയുടെ സത്യാവസ്ഥ ഷെയർ ചെയ്യുക.